Hi friends, welcome to Ammu's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ്. വാട്ട്സ് ഇൻ മൈ ഡയപ്പർ ബാഗ് എന്നുള്ള വീഡിയോ ചെയ്യാനായിട്ടാണ്. എൻ്റെ ബേബിക്ക് ഇപ്പോൾ 7 months ആയി. ബേബിക്ക് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ യൂഷ്വലി പുറത്ത് പോകുമ്പോൾ ഡയപ്പർ ബാഗിൽ ക്യാരി ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ കുഞ്ഞു പിള്ളേരൊക്കെയുള്ള അമ്മമാർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾ എൻ്റെ അമ്മൂസ് വേൾഡ് ഫാമിലിയിൽ ഇതുവരെ മെമ്പർ ആയിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ബട്ടൺ ആൻഡ് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് എൻ്റെ ബേബിയുടെ ഡയപ്പർ ബാഗ്. സാധാ ഒരു ഗ്രേ കളറിലെ ബാഗാണ്. ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ട്. ബാക്കി ഫുൾ ഗ്രേ ആൻഡ് വൈറ്റിലുള്ള ഒരു ബാഗാണിത്. ഇതിന് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. നല്ലൊരു ബാഗാണ്. ക്യാരി ചെയ്യാനും അത്ര ഹെവി അല്ല, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ ഒരു പൗച്ചുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തൊരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ എനിക്ക് ചേച്ചിയാണ് ഇത് ഗിഫ്റ്റ് തന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞാണ് ഇതെന്തിൻ്റെ മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല, ഇത് പഞ്ഞി പോലത്തെ ഒരു സാധനമാണ്. അതെടുത്ത് കളയരുത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഫീഡിങ് ബോട്ടിലോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരം അത് ചൂടായിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതെടുത്ത് കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് കളഞ്ഞിട്ടില്ല, അതങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഇവിടെ ഒരു പൗച്ചുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഒരു പൗച്ചുണ്ട്. പിന്നെ രണ്ട് സൈഡിലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെക്കാനായിട്ട് രണ്ട് പൗച്ചുണ്ട് രണ്ട് സൈഡിലും. പിന്നെ ഇത് ആക്ച്വലി നമുക്ക് തുറക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഞാനൊരു കീ ചെയിൻ ഇട്ടിരുന്നു കേട്ടോ, അവന് കളിക്കാൻ വേണ്ടിയിട്ട്. അത് പൊട്ടിച്ച് കളഞ്ഞു. അതിൻ്റെ വള്ളി മാത്രം ഇതെടുത്ത് കളയണോ, അത് മാത്രം കിടക്കുകയാണ്. പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ബാഗോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഇടാൻ പറ്റും. ഇതിങ്ങനെ രണ്ട് സൈഡിലുണ്ട്. ക്യാരേജിനായിട്ടുള്ള ലൂപ്സാണിത്. പിന്നെ ഈ ബാഗ് ഇത് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ജൂനിയേഴ്സിൻ്റെ ബാഗാണിത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് യൂഷ്വലി ഞാൻ എപ്പോഴും ബാഗിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുമ്പോൾ ഒത്തിരിയായിട്ട് തോന്നുമെങ്കിലും ബാഗിൽ വെക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യും. ഇത് ഓരോ സെക്ഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡയപ്പർ ബാഗാണല്ലോ. അപ്പോൾ ഞാനൊരു 4-5 ഡയപ്പർ എടുക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 3 ഡയപ്പറെങ്കിലും എവിടെ പോയാലും വെക്കാറുണ്ട്. സൗണ്ട് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ബാവ ഇവിടെ അടുത്തിരുന്ന് കളിക്കുന്നുണ്ട്. അവനാണ് സൗണ്ട് വെക്കുന്നത്. അത് സാരില്ല, അതൊന്ന് ക്ഷമിച്ചേക്കൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാംബിയുടെ ഡയപ്പറാണ്. ഇതിനു മുമ്പ് ഞാൻ ഫൈൻ്റെ ഡയപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഫൈൻ്റെ ഡയപ്പർ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് സെപ്പറേറ്റ് റിവ്യൂ വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഫൈൻ്റെ ഡയപ്പർ ഇഷ്ടമല്ലാത്ത കാരണം അതിനൊരു വല്ലാത്ത സ്മെല്ലാണ്. പക്ഷേ ബാംബിയുടെ ഡയപ്പറിന് ആ പ്രശ്നമില്ല, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ബാംബിയുടെ ഡയപ്പറാണ് കുറച്ചും കൂടി ഇഷ്ടം. അതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡയപ്പർ വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം ഞാൻ പറയുന്ന മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ബാഗിൻ്റെ മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ വെക്കുന്നത് ഇതെന്ന് പറയുന്നത് എൻ്റെ ഹോസ്പിറ്റൽ കാർഡാണ്. ഇത് ഇവൻ ഉണ്ടായപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫുൾ ഡീറ്റെയിൽസും വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ടുള്ള കാർഡാണ്. ഞാൻ മറ്റേ വശം കാണിക്കുന്നില്ല. അതിൻ്റെ ഇവൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ വശം കാണിക്കുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റൽ കാർഡാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കുട്ടിയും കൊണ്ട് എവിടെ പോവുകയാണെങ്കിലും ബാഗിൽ വെക്കേണ്ട കാര്യമാണ്. എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയില്ല. അപ്പോൾ ഏതൊരു പുതിയ ഹോസ്പിറ്റലും വാവയെ കാണിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് അവർ നമ്മളോട് ഈ കാർഡ് ചോദിക്കും. കാരണം അതിലാണ് അവയുടെ എല്ലാ ഡീറ്റെയിൽസും ഉള്ളത്. അപ്പം ഇത് എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾ മറക്കാതെ ബാഗിൽ എടുത്ത് വെക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെൻ്റെ വാളറ്റാണ്. ഇത് ഞാൻ ഈ ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ജോൺസൻ്റെ ബേബി വൈപ്സാണ്. വൈപ്സ് ആവശ്യം വരുമല്ലോ. അപ്പം ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാനിങ്ങനെ ജോൺസൻ്റെ വൈപ്സ് കാരണം ഇത് നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഈ ഒരു അടപ്പാണുള്ളത്. ഇത് നല്ല ഈസിയാണ്. ട്രാവലിങ്ങിന് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ ജോൺസൻ്റെ ബേബി വൈപ്സ് ആണ് ബാഗിൽ വെക്കുന്നത്. പിന്നെ ഫീഡിങ്ങിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇവൻ്റെ ഫ്ലാസ്ക്. ഇത് മിൽട്ടൻ്റെ തെർമോസ്റ്റീലിൻ്റെ ഫ്ലാസ്ക്കാണ്. ഇത് 350 ml ഫ്ലാസ്ക്കാണ്. ഇവൻ അങ്ങനെ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ചെയ്യുന്നത്.
സോ അതുകൊണ്ട് ഇങ്ങനെ ഫ്ലാസ്കിന് അധികം യൂസ് വരാറില്ല. പിന്നെ എന്തെങ്കിലും ട്രാവൽ ഫുഡ് എന്തെങ്കിലും കൊടുക്കാനായിട്ടാണെങ്കിൽ അതുപോലെ വെള്ളം കൊടുക്കണമെങ്കിലും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന 350 ml ഒരു കുഞ്ഞ് ഫ്ലാസ്ക്കാണ്. ഈസി ആയിട്ട് ഇത് ബാഗിനകത്ത് അക്കോമഡേറ്റ് ആവും. ചെറിയ ഫ്ലാസ്ക്കാണ്, നല്ല ക്യൂട്ട് ഫ്ലാസ്ക്കാണ്. ഇത് കണ്ട് ഇത്രയേ ഉള്ളത്, കാണുമ്പോൾ ഇത് വലുതായിട്ട് തോന്നാൻ ഇത്രയേ ഉള്ളത്. ഈസി ആയിട്ട് ബാഗിൽ അക്കോമഡേറ്റ് ചെയ്യും. നന്നായിട്ട് ചൂട് നിൽക്കും. പിറ്റേ ദിവസം വരെ നന്നായിട്ടൊരു 24 hours കൂടുതൽ ചൂട് നിൽക്കുന്ന നല്ല ഫ്ലാസ്ക്കാണ് മിൽറ്റൻ്റെ. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ബോട്ടിൽ എങ്ങാനും എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭത്തിൽ ഇവന് ബോട്ടിൽ ഫീഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ ഞാൻ വെക്കാറുണ്ട്. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ. പിന്നെ ഇതപ്പോൾ ഫോമില ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, കണ്ടെയ്നറാണ്. ഇപ്പം നമ്മൾ ഇതിന് 3 എണ്ണം ഉണ്ട്. ഒരു ബ്ലൂവും കൂടി ഉണ്ടായിരുന്നു, അത് ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ 2 എണ്ണമാണ് യൂഷ്വലി വെക്കാറ്. 2ലും ഇപ്പോൾ എത്ര സ്കൂപ്പാണെന്ന് വെച്ചിട്ട് ഫോമുല നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ മേളത്തെ ക്യാപ്പ് ഊരിയിട്ട് ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴേ ബോട്ടിലേക്ക് നമുക്ക് ഇടാൻ പറ്റും. നല്ല യൂസ്ഫുള്ളാണിത്. അപ്പോൾ ഈ സെക്ഷനിൽ തീർന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നേരെ എടുത്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫിലിപ്സിൻ്റെ സ്പ്രൗട്ട് കപ്പാണ്. ഫിലിപ്സ് സ്പ്രൗട്ട് കപ്പാണ്. ഇതും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവന് നല്ല ഇഷ്ടമാണ്. ഇത് കാണുമ്പോൾ തന്നെ അവന് നല്ല ഇഷ്ടമാണ് ഇതിൽ വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത്, സ്പ്രൗട്ട് കപ്പ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതൊരു സിലിക്കണിൻ്റെ സ്ക്വീസി ഫീഡറാണ്. നമുക്കിങ്ങനെ ഞെക്കാൻ പറ്റും. കുറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണിത്. ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാനിത് കുറുക്കാക്കിയിട്ട് ഇതിൽ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ട്രാവലിൽ നിന്ന് വില്ല് വെച്ചിട്ടും ഇതിൽ തന്നെയാണ് കൊടുക്കാറ് മിക്കവാറും. അതാകുമ്പോൾ ഒട്ടും സ്പില്ല് ചെയ്യാതെ നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും. ഈ ക്യാപ്പ് ഊരിയിട്ട് ഞെക്കി വായിൽ വെച്ചിട്ട് ഞെക്കി കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് ഒട്ടും വെളിയിൽ കളയാതെ നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്വീസി ഫീഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവനെ കാണിച്ചു തരാം കേട്ടോ. അവൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ചിക്ക എന്ത് ചിക്കനേ എന്നെ എടുക്കാടാ കളിച്ചാ നാളെ വരുന്നോ? അവൻ ഇങ്ങനെ നോക്കി ഞാൻ പറയുന്ന കണ്ടിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ ചെറിയൊരു ഹോളാണ്. ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു തരി ഉണ്ടെങ്കിൽ പോലും പിന്നെ അതിൽ നിന്ന് വരില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നീളമുള്ള ഒരു സ്പൂണും കൂടി വെച്ചിട്ടുണ്ട്. അതുപോലെ വേറെ എന്തെങ്കിലും ഫുഡാണെങ്കിലും നമുക്ക് ഫീഡ് ചെയ്യാമല്ലോ സ്പൂൺ ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു സ്പൂണും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ടിഷ്യൂൻ്റെ ഇത് ഒരെണ്ണം തീർന്നാണ്, വേറെ കൂടെ വെക്കും കേട്ടോ. 2 ടിഷ്യൂൻ്റെ ബോക്സ് ഇത് പാക്കറ്റ് ഞാൻ വെക്കാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭത്തിൽ യൂസ് ചെയ്യാനായിട്ട് ടിഷ്യൂൻ്റെ ബോക്സ് വെക്കാറുണ്ട്. പിന്നെ ക്രീംസ് ആക്ച്വലി ഇത് ഞാൻ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചതാണ്. സെബാമെഡിൻ്റെ ബേബി ക്രീം. അപ്പോൾ സെറ്റാഫിലിൻ്റെ ലോഷനും കൂടി ഞാൻ വെക്കാറുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഡെറ്റോളിൻ്റെ ഒരു ഹാൻഡ് സാനിറ്റൈസറാണ്. ഇത് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹാൻഡ് ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് വേണം കുട്ടിയുടെ ഫുഡൊക്കെ എടുക്കാനായിട്ട്. കാരണം നമ്മൾ പല സ്ഥലത്തൊക്കെ തൊടുന്നതല്ലേ. പിന്നെ ഇതെന്ന് പറയുന്നത് എനിക്ക് ഏതൊരു ഹോട്ടലിൽ നിന്ന് എന്തോ കിട്ടിയതാണ്. ഇതൊരു സാമ്പിളാണ്, ബയോട്ടിക്കിൻ്റെ ഒരു ബോഡി വാഷ് എന്തോ ആണ്. അപ്പോൾ എന്തെങ്കിലും കഴുകേണ്ട ആവശ്യം ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെച്ചേക്കുന്നതാണ് ബാഗിൽ. പിന്നെ ഞാനൊരു പെന്ന് വെച്ചിട്ടുണ്ട്. പെന്ന് നമുക്ക് ബാഗിൽ വേണമല്ലോ. പിന്നെ ഒരു ക്ലച്ച്, പിന്നെ അതുപോലെ ഇതൊരു ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട് മുടിയിൽ കെട്ടണമെങ്കിൽ. ഇത് 3 എൻ്റെ സാധനങ്ങളാണ്. ഞാൻ അതിനകത്ത് വെക്കുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു പൗച്ചാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വെക്കുന്നതാണ്. പിന്നെ ഇത് എൻ്റെ ഒരു ഷോളാണ്. ബേബിക്ക് ഫീഡ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടേക്കുന്നെങ്കിലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഷോളും കൂടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ വിൻ്റർ അല്ലേ, അതുകൊണ്ട് ഒരു ബേബി ക്യാപ്പ് എക്സ്ട്രാ ഞാൻ എപ്പോഴും ബാഗിൽ വെക്കും. നമ്മളിപ്പോൾ തണുപ്പൊക്കെ ഉള്ള എന്തെങ്കിലും സ്ഥലത്ത് പോവുകയാണെങ്കിൽ ബേബിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് അവൻ്റെ ബിബാണ്. കുറുക്കൊക്കെ കൊടുക്കുമ്പോഴും ഫീഡ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കെട്ടിക്കൊടുക്കാനായിട്ട് അവൻ്റെ ബിബ് വെച്ചിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് കുട്ടിയുടെ മരുന്ന്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരിക്കലും മറക്കാതെ എടുത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. എപ്പോഴാണ് കുട്ടിക്ക് വയറുവേദന ഒക്കെ വരുന്നത്, ഇത് വയറുവേദനയുടെ മരുന്ന്. അതുപോലെ കാൽപോൾ, പീഡിയാട്രിക് ഇത് പാരസെറ്റമോൾ ഡ്രോപ്സ് ആണ്. അഡോളും പാരസെറ്റമോൾ ഡ്രോപ്സ് ആണ്. പിന്നെ ബേബിക്ക് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ക്ലോത്ത്സ് എടുത്ത് വെക്കാറുണ്ട്. ഇത് ഒരു സെറ്റ്, ഇപ്പോൾ ഒരു സെറ്റല്ല 2 സെറ്റെങ്കിലും മിനിമം വെക്കണം. അപ്പോൾ എൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു സെറ്റ് ഞാൻ യൂസ് ചെയ്തായിരുന്നു നേരത്തെ. സോ ഇപ്പോൾ ഒരു സെറ്റ് ക്ലോത്ത്സ് എക്സ്ട്രാ നമ്മൾ 2-3 സെറ്റെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കുട്ടിയുടെ ഉടുപ്പ് വെച്ചിരിക്കണം. എന്തെങ്കിലും കുറുക്കോ എന്തെങ്കിലും വീഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വൊമിറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാറ്റി കൊടുക്കാനായിട്ട് കുട്ടിയുടെ ക്ലോത്ത്സ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ബാഗാണ്.
ഡയപ്പർ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് ഡയപ്പർ എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യണമെങ്കിലോ അങ്ങനെ ഇതിൽ ഞാൻ ഇത് ബാഗിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഡയപ്പർ എന്തെങ്കിലും മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ ഒരു പെയർ ഓഫ് സോക്സ് ഞാൻ വെച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, അപ്പോൾ പുറത്തെങ്കിലും പോയി കഴിയുമ്പോൾ ഇവനാണെങ്കിൽ സോക്സ് തീരെ ഇടില്ല, അതുകൊണ്ട് എന്തെങ്കിലും വലിച്ചുടി കളഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും ഇടിപ്പിച്ച് കൊടുക്കാനായിട്ട് ഒരു എക്സ്ട്രാ പെയർ ഓഫ് സോക്സ് വെച്ചേക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ചെറിയ വാഷ് ക്ലോത്ത്സ് ആണ്. ഇത് നമുക്ക് ഏറ്റവും യൂസ് വരുന്ന സാധനമാണ്. വേറെ എന്തെടുത്ത് വെച്ചില്ലെങ്കിലും ഇതെടുത്ത് വെക്കണം, കയ്യിലാണെങ്കിലും വെക്കണം. കാരണം കുട്ടികളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പാനി ഒലിപ്പിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ തുടയ്ക്കാനായിട്ട് വാഷ് ക്ലോത്ത്സ് 3-4 ഞാൻ എപ്പോഴും വെച്ചിരിക്കും. സൈഡിലും വെക്കും, അകത്തും വെക്കും എക്സ്ട്രാ. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത്രേ തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഡയപ്പർ ബാഗിൽ ഞാൻ പ്രധാനമായിട്ട് വെക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വെക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സോ അപ്പോൾ ഞാൻ എല്ലാം ബാഗിൽ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ദേ ഇവിടെ ഡയപ്പർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ വൈപ്പ് വെച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ ഫീഡിങ് സെക്ഷനാണ്. ഇവിടെ ഫ്ലാസ്ക്, ഫോമുലയുടെ കണ്ടെയ്നർ, ഇത് ഫീഡിങ് ബോട്ടിൽ, കുറുക്കിൻ്റെ പാത്രം, സ്പൂൺ അതിൻ്റെ സൈഡിലായിട്ടുണ്ട്. ഈ ഒരു സൈഡ് 2 പൗച്ച് ഉണ്ട് ഇങ്ങനെ. ഇവിടെ ഇതിൻ്റെ മരുന്നെല്ലാം ഉണ്ട്, കുഞ്ഞിൻ്റെ മരുന്ന് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്, എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ട്, ക്യാപ്പ് ഉണ്ട്, വാഷ് ക്ലോത്ത്സ് ഉണ്ട്, ബിബ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം, ഡ്രസ്സിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇതിനൊരു പാർട്ടീഷനുണ്ട്, നടുക്കൂടെ ഒരു കാർഡ്ബോർഡിൻ്റെ പാർട്ടീഷനുണ്ട്. ആ പാർട്ടീഷൻ്റെ അപ്പുറത്ത് ഇവിടെ എൻ്റെ ഷോളുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ പേഴ്സ് ഉണ്ട്, കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാർഡ് ഉണ്ട്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ സെക്ഷൻ ഫുള്ളായിട്ട് ഇതേ ഒതുങ്ങിക്കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് സെക്ഷനിൽ ഞാൻ കുഞ്ഞിൻ്റെ 2 ക്രീം വെച്ചിട്ടുണ്ട്, പെൻ വെച്ചിട്ടുണ്ട്, ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്, എൻ്റെ പൗച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിലൊരു അവിടെ ഞാൻ എൻ്റെ 2 ക്ലിപ്പ് വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ 2 ക്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിലാണ് കുഞ്ഞിൻ്റെ വെള്ളം കുടിക്കുന്ന സ്പ്രൗട്ട് കപ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലത്തെ 2 പൗച്ചിലായിട്ട് സോക്സും ഇത് പ്ലാസ്റ്റിക് കവറും ഒക്കെ ഞാൻ വെച്ചു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.